വടകരയിൽ UDF BJP വോട്ട് കച്ചവടം. MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFും BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പകൽ വെളിച്ചം പോലെ വ്യക്തമായതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വടകരയിലും നാദാപുരത്തും UDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് മറിച്ചതിന് 7ഓളം BJP പ്രാദേശിക നേതാക്കളെ പുറത്താക്കിയത് ഇതിന്റെ പരസ്യമായ തെളിവാണെന്ന് MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അതേസമയം സംഘപരിവാർ സംസ്ഥാനത്തുടനീളം കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. UDF ഭരണത്തിലെത്തുന്ന സ്ഥിതി ഉണ്ടാകില്ല. അതുമായി ബന്ധപ്പെട്ട് അവർക്കിടയിലുള്ള തർക്കങ്ങൾ മെയ് 4-ാം തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോലീബി സഖ്യമുണ്ടായിരുന്നതായി അറിയുന്നതാണ്. ആ സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. അതേ മണ്ണിലാണ് ഇത്തരം ഒരു കൂട്ടുകെട്ട് BJPയിലെ ഒരു വിഭാഗത്തെ UDFിന്റെ ഭാഗമായി ചേർത്ത് നിർത്തി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പുറത്തു വന്നിട്ടുള്ളത്. അയ്യപ്പ വിശ്വാസത്തിന്റെ ഭാഗമായ വാവരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള വ്യാപകമായ പ്രചാരണങ്ങൾ സംഘപരിവാർ നേതൃത്വം നടത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒന്നായി കൊണ്ടാടുന്ന ഓണം പോലുള്ള ആഘോഷങ്ങളെ വാമന ജയന്തിയായി മാറ്റുന്നതിനുള്ള പ്രചാരണവും സംഘപരിവാർ വിഭാഗം കുറച്ചു കാലമായിട്ട് നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ പണം സർക്കാർ അപഹരിക്കുന്നു എന്ന വ്യാപകമായ പ്രചാരവേല ഒരു സന്ദർഭത്തിൽ കേരളത്തിലുടനീളം സംഘടിപ്പിക്കുകയുണ്ടായി. ഗുരുവായൂർ ക്ഷേത്ര ജീവനക്കാർ ക്രിസ്ത്യാനികളാണെന്ന പ്രചാരണവും നടത്തിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി കസേരയ്ക്കായി UDF നേതാക്കൾ തമ്മിൽ ഇപ്പോൾ നടത്തുന്ന തർക്കങ്ങൾക്ക് മെയ് 4-ഓടെ വിരാമമാകുമെന്നും MV ഗോവിന്ദൻ പരിഹസിച്ചു.